തുറവൂർ പുത്തൻചന്തയിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുത്തൻചന്തയിൽ അണ്ടർപാസ് നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. ദേശീയപാത 66-ൽ റോഡ് നിർമ്മിക്കുമ്പോൾ അണ്ടർപാസ് വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തിയിരുന്നു. എന്നാൽ ഇത് നിർമ്മാണ കമ്പനി ചെവിക്കൊണ്ടില്ല. തുടർന്ന് നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിക്കുകയായിരുന്നു. സമിതിയുടെ നേതൃത്വത്തിൽ അണ്ടർപാസിനായി റോഡ് ഉപരോധം ഉൾപ്പെടെ സമരപരിപാടികൾ നടത്തിയിരുന്നു. അണ്ടർപാസിനായി ജനകീയ സമിതി ചൂണ്ടിക്കാണിച്ച പുത്തൻകാവ് റോഡിന് തുടക്കത്തിൽ ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താതെ 10 മീറ്ററോളം സ്ഥലം ഒഴിച്ചിട്ടു. കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാതെ വന്നതിനെ തുടർന്ന് ജനകീയ സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അണ്ടർപാസ് അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ഈ ആഴ്ചയിൽ ജനകീയ സമിതിക്ക് ലഭിച്ചു. എന്നാൽ ദേശീയപാത നിർമ്മാണ കമ്പനി അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വെള്ളിയാഴ്ച വൈകിട്ട് പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത്. തുറവൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ദേശീയപാത അണ്ടർപാസ് നിർമ്മിക്കേണ്ട ഇടത്താണ് യോഗം ചേർന്നത്. തുറവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ പഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ വാർഡംഗങ്ങളും പങ്കെടുത്തു. ജനനിബിഡമായ പുത്തൻചന്ത ഗ്രാമം ദേശീയപാതയുടെ വികസനത്തോടെ രണ്ടായി മുറിഞ്ഞു. നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് പോലും പുത്തൻചന്തയിലെ ഗുരുദേവ ക്ഷേത്രത്തിലും പഞ്ചായത്ത് കാര്യാലയത്തിലും കൃഷിഭവൻ, പൊതുമരാമത്ത്, സ്വകാര്യ ആശുപത്രി, ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന റേഷൻ കട, ക്രിസ്ത്യൻ പള്ളി, ഗവൺമെന്റ് LP സ്കൂൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയിൽ എത്തണമെങ്കിലും ആളുകൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം അണ്ടർപാസ് മാത്രമാണ് ഏക വഴി. തുറവൂർ പഞ്ചായത്തിലെ വീട്ടമ്മമാർ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. അരൂർ മുതൽ ഒറ്റപ്പന വരെയുള്ള 20 കിലോമീറ്ററോളം ദേശീയപാത 7ഓളം പഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മിക്ക പഞ്ചായത്തുകളിലും അണ്ടർപാസ് അനുവദിച്ചിട്ടും കൂടുതൽ ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം അണ്ടർപാസ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പുത്തൻചന്തയിൽ നടന്ന പ്രതിഷേധ യോഗം തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമണി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പൂർത്തീകരിച്ചതിന് ശേഷം അവർക്ക് അപ്പുറത്തും ഇപ്പുറത്തോട്ട് 2 മിനിറ്റ് കൊണ്ട് വരേണ്ട കുഞ്ഞുങ്ങളെ ഓട്ടോറിക്ഷ വിളിച്ച് സ്കൂളിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തിരിച്ച് ആ കുട്ടികളെ വീട്ടിലേക്ക് വരുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിച്ച വിഷമം ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മുടെ കുടുംബത്തിന്റെ സ്കൂളിലുണ്ടായ ഒരു അനുഭവമാണ്. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളാണ് നമുക്ക് നേരിടുന്നത്. ഭാരതവിലാസം SNDP സെക്രട്ടറി റജിമോൻ വിഷയത്തിന്റെ ഗൗരവവും നിലവിലുള്ള സാഹചര്യവും വിലയിരുത്തി പ്രസംഗിച്ചു. PT മുരളി അധ്യക്ഷത വഹിച്ചു. തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീമോൾ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗങ്ങളായ സതീശൻ, ജയസുധ, പത്മകുമാർ, ഷാജി വാലിച്ചിറ, അഭിലാഷ്, അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.